എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേടെറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 3 ആയിട്ടുള്ള ട്രിഗണോമെട്രി ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ട്രിഗണോമെട്രിയുടെ ബേസിക്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ട്രിഗണോമെട്രി നിങ്ങൾക്ക് അറിയാം, പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അടിത്തറ ഉണ്ടാവണം. ഫ്രം ദ വെരി ബേസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിലബസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രിഗണോമെട്രി ചാപ്റ്റർ 3 ട്രിഗണോമെട്രിയിൽ ആദ്യം പറയുന്ന ടോപ്പിക്ക് സിമിലർ ട്രയാങ്കിൾ ആണ്. ഓക്കെ, സിമിലർ ട്രയാങ്കിൾ നമ്മൾ അവസാനമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിമിലർ ട്രയാങ്കിളിന് ശേഷം പറയുന്ന ടോപ്പിക്കാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ബേസിക് ട്രിഗണോമെട്രിക് ഫോർമുലാസ് അല്ലെങ്കിൽ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന സിലബസിലുള്ള ടോപ്പിക്ക്. ഓക്കെ, ആ സിലബസിലുള്ള ആദ്യം പറയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നോക്കണേ മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സോ സിലബസിൽ നിങ്ങൾക്ക് ആദ്യം പറയുന്നത് നമ്മുടെ മൊഡ്യൂൾ 3യിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, അഥവാ ചാപ്റ്റർ 3 ട്രിഗണോമെട്രിയിലേക്ക് വരികയാണെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ് ആണ് ആദ്യമേ പറയുന്ന ടോപ്പിക്. അതിനുശേഷം ട്രിഗണോമെട്രിക് മെഷേഴ്സ് പറയുന്നുണ്ട്. ട്രിഗണോമെട്രിക് മെഷേഴ്സ് അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സൈൻ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയും. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. പിന്നെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. അതിനുശേഷം ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വെച്ചിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് ആണ് പറയുന്നത്. പിന്നെ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈൻ ലോ, കൊസൈൻ ലോ ഒക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. പിന്നെ റേഡിയൻ മെഷർ, ഡിഗ്രി മെഷർ പോലെയുള്ള കാര്യങ്ങളാണ് അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ട്രിഗണോമെട്രിക് റേഷ്യോസിനെ കുറിച്ച് അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് മെഷേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സോ എന്താണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്? ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ഓർ റേഷ്യോസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോനെ റിലേറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത്? ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ട്രിഗണോമെട്രി എന്നുള്ള ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ട്രിഗണോമെട്രി പഠിച്ച് തന്നെ നമുക്ക് ആരംഭിക്കാം. അല്ലാതെ സിമിലർ ട്രയാങ്കിൾ പഠിച്ച് ആരംഭിക്കേണ്ട ആവശ്യമില്ല. ട്രിഗണോമെട്രി പഠിച്ച് അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അവസാനം നമുക്ക് സിമിലർ ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് പറയാം. സിമിലർ ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. അതിന്റെ ആംഗിൾസിന്റെ റിലേഷൻ, സൈഡ്സിന്റെ റിലേഷൻ, പിന്നെ സൈഡ് ആംഗിൾ, സൈഡ് ആംഗിൾ, അങ്ങനെ വരുന്ന 1-2 റിലേഷൻസ് ഒക്കെ ഉണ്ട് സിമിലാരിറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് സിലബസിന് ഈ ഒരു നമ്മുടെ ക്ലാസിന്റെ അവസാനം നോക്കിയാൽ മതി. അതായത് നമ്മുടെ ട്രിഗണോമെട്രിക്ക് ശേഷം നമുക്ക് നോക്കാം. സിലബസിൽ അത് ആദ്യമാണ് പറയുന്നതെങ്കിലും നമുക്ക് ട്രിഗണോമെട്രി വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ വരയ്ക്കുക ആദ്യം നിങ്ങൾ. ആദ്യമേ ഇതിന്റെ ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. നോക്കണേ. സോ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ബി സി. എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? ഒരു ആംഗിൾ അവിടെ 90 ഡിഗ്രി ആയിരിക്കും, ശരിയല്ലേ? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പം എ എന്നുള്ള ആംഗിൾ ഞാൻ 90 ഡിഗ്രി ആയിട്ട് എടുത്തു. അപ്പൊ എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇതിന്റെ സൈഡിന്റെ റേഷ്യോ ആണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ സൈഡിന്റെ റേഷ്യോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്സിന്റെ ബ്രാഞ്ചാണ് ട്രിഗണോമെട്രി. നോക്കണേ, ഈ ഒരു ആംഗിൾ എടുക്കുക, ബി എന്നുള്ള ഒരു ആംഗിൾ എടുക്കുക. അപ്പൊ അവിടെ സൈൻ ബി എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൈൻ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഒരു ആംഗിൾ നമുക്ക് തീറ്റ ആയിട്ട് എടുക്കാം. അപ്പൊ തീറ്റ വെച്ചിട്ട് തന്നെ പറയാം. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ക്ലിയർ ആണല്ലോ? സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തീറ്റ എന്ന ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ എതിർവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടിന്യൂസ്. എന്താണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ? ഹൈപ്പോട്ടിന്യൂസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രീസ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരിക്കും എല്ലായ്പ്പോഴും എന്ത്? ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ ഈ കാണുന്ന സാധനമാണ് ഇവിടെ നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. അല്ലെ, ദിസ് ഈസ് അവർ ഹൈപ്പോട്ടിന്യൂസ്.
ഇതാണ് നമ്മുടെ തീറ്റയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്, ഇതാണ് അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ടിന്യൂസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൂന്നാമതുള്ള സൈഡാണ് അഡ്ജസന്റ് സൈഡ്, കൂടെ നിൽക്കുന്ന സൈഡ് എന്നർത്ഥം. ഓക്കെ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ? എ സി ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്താണ്? ബി സി. ഓക്കെ ആണല്ലോ. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാലോ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. തീറ്റയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്താണ്? ബി സി. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നതാണ് എന്ത്? ടാൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് എ സി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്താണ്? എ ബി. ഇതാണ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മട്ട ത്രികോണം അഥവാ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽസ് ആണ്, വ്യുൽക്രമങ്ങളാണ് എന്ത്? കൊസീക്ക്, സീക്ക്, കോട്ട് എന്ന് പറയുന്നത്. നോക്കണേ, കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചിരിക്കുക, കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്, അതായത് 1 സൈൻ തീറ്റ ആണ് കൊസീക് തീറ്റ. ഓക്കെ, സോ 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയുടെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട്, എന്താണ്? എ സി ബൈ ബി സി ആണ്. എ സി ബൈ ബി സി. ഇത് തിരിച്ചിടണം അല്ലെ? തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ബി സി നേരെ മുകളിൽ പോകും, ബി സി ബൈ എ സി എന്ന് വരും. ശരിയാണല്ലോ. കൊസീക് തീറ്റ എന്താണ്? ബി സി ബൈ എ സി. ഇനി സീക് തീറ്റയോ? സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 കോസ് തീറ്റ ആണ്. അപ്പൊ ഈ റിലേഷൻസ് ഇതിനോടൊപ്പം തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 സൈൻ തീറ്റ. ഈ ബോക്സിൽ ഇടുന്നവരെയൊക്കെ നന്നായിട്ട് പഠിച്ചോണം. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 1 കോസ് തീറ്റ ആണ് സീക് തീറ്റ. ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആരാ? എ ബി ബൈ ബി സി ആണ്. എ ബി ബൈ ബി സി. അത് തിരിച്ചിടുമ്പോൾ എന്ത് വരും? ബി സി മുകളിൽ വരും, ബി സി ബൈ എ ബി എന്ന് വരും. ശരിയാണേ. ഇനി കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ടാൻ തീറ്റ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണോ? എ സി ബൈ എ ബി ആണ്. എ സി ബൈ എ ബി ആണ്. എ ബി മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും? എ ബി ഡിവൈഡഡ് ബൈ എ സി എന്ന് വരും അല്ലെ? കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എ ബി ബൈ എ സി. ഇത് ഓർത്ത് വെക്കണം. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ടാൻ തീറ്റ ആണ്. ശരിയാണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഒക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 1-2 റിലേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതിന് മുൻപായിട്ട് പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് സ്ഥിരം യൂസ് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നോക്കടാ, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. എല്ലാം നമുക്ക് തെളിയിച്ച് പഠിക്കാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. നിങ്ങളുടെ മനസ്സുത്തരം പറഞ്ഞു. ടാൻ തീറ്റ എന്നുള്ള ഉത്തരം എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു. എങ്കിലും നമുക്കിത് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? എ സി ബൈ ബി സി ആണ്. എ സി ബൈ ബി സി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എ ബി ബൈ ബി സി. എ ബി ബൈ ബി സി. അപ്പൊ അവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്തെടുക്കാം? നമുക്ക് അവിടെ ബി സി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എന്ത് വരും? എ സി ബൈ എ ബി വരും അല്ലെ? എ സി ബൈ എ ബി വരും. എ സി ബൈ എ ബി ആരാ? നോക്കിക്കേ. എ സി ബൈ എ ബി എന്ന് പറഞ്ഞാൽ ആരാ? ടാൻ തീറ്റ. ശരിയല്ലേ? എ സി ബൈ എ ബി എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എടുത്താൽ എന്ത് കിട്ടും? ടാൻ തീറ്റ. ശരിയാണല്ലോ. ഒരു റിസൾട്ടായി. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ. എല്ലാരും പഠിച്ചല്ലോ.
സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ. ഇനി ഇത് തിരിച്ചിട്ടാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണെങ്കിലോ? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആണെങ്കിൽ എന്താണ് വരിക? പറഞ്ഞേ. കോസ് തീറ്റ എന്ന് പറയുന്നത് എ ബി ബൈ ബി സി ആണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് എ സി ബൈ ബി സി ആണ്. ശരിയാണല്ലോ? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ബി ഡിവൈഡഡ് ബൈ എ സി വരും. എ ബി ബൈ എ സി ആരാ നോക്കിക്കേ? എ ബി ബൈ എ സി ആരാ? കോട്ട് തീറ്റ ആണ്. ശരിയല്ലേ? എ ബി ബൈ എ സി എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റ ആണ്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടി? therefore cos തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? കോട്ട് തീറ്റ ആണെന്ന് കിട്ടി. ഓക്കെ അല്ലെ? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആരാണ്? കോട്ട് തീറ്റ. കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും? നെക്സ്റ്റ് നോക്കണേ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. നോക്കണേ മക്കളെ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. നോക്കടാ, സൈൻ തീറ്റ ആരാന്ന് പറഞ്ഞേ? സൈൻ തീറ്റ എന്ന് പറയുന്നത് എ സി ബൈ ബി സി ആണ്. അത് സ്ക്വയർ എടുത്താൽ എന്ത് വരും? എ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ എന്ന് പറയുന്നത് എ ബി ബൈ ബി സി ആണ്. എ ബി ബൈ ബി സി അത് സ്ക്വയർ എടുത്താൽ എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, ബി സി സ്ക്വയർ. ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് വരും. ശരിയാണ്? എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ. ഇനി നോക്ക്, നമ്മുടെ ട്രയാങ്കിൾ ആരായിരുന്നു? ഈ കാണുന്ന ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ എ ബി സി ബൈ പൈതഗോറസ് തിയറം. ആ ട്രയാങ്കിൾ എ ബി സി ഞാൻ ഒന്നുകൂടെ വരയ്ക്കുകയാണേ. നമ്മുടെ ട്രയാങ്കിൾ എ ബി സി ഞാൻ ഇവിടെ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. നോക്കിക്കോ, ഇതായിരുന്നു നമ്മുടെ ട്രയാങ്കിൾ എ ബി സി. ഇതായിരുന്നു 90 ഡിഗ്രി. ഇവിടെയായിരുന്നു ആംഗിൾ തീറ്റ. ഇൻ ട്രയാങ്കിൾ എ ബി സി ബൈ പൈതഗോറസ് തിയറം. വാട്ട് ഈസ് പൈതഗോറസ് തിയറം? ഇൻ ട്രയാങ്കിൾ എ ബി സി ബൈ പൈതഗോറസ് തിയറം. എന്തായിരുന്നു പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. അല്ലെ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. പാദം വർഗം അധികം ലംബം വർഗം സമം കർണം വർഗം. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. ബേസ് എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ സി ആണ്. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് ബി സി ആണ്. ബി സി സ്ക്വയർ. ശരിയാണല്ലോ? എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിന് സമമാണ്, അല്ലെങ്കിൽ എന്തിന് ഈക്വൽ ആണ്? ബി സി സ്ക്വയറിന് ഈക്വൽ ആണ്. therefore എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? ബി സി സ്ക്വയറിന് കൊടുക്കാം. ശരിയല്ലേ? നോക്കടാ, എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയറിന് പകരം ബി സി സ്ക്വയർ കൊടുക്കാം. എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയറിന് പകരം ബി സി സ്ക്വയർ കൊടുക്കാം. ഡിവൈഡഡ് ബൈ എന്താണ്? ബി സി സ്ക്വയർ. ബി സി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ എന്ത് വരും? 1 വരും. therefore നമുക്ക് ഒരു റിസൾട്ട് കിട്ടി. എന്താണ്? therefore നമുക്ക് എന്ത് എഴുതി വെക്കാം? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണെന്ന് പറയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ക്ലിയർ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു റിസൾട്ട് നോക്കാം നമുക്ക്. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു. ഓക്കെ, കൊസീക് തീറ്റ എന്തായിരുന്നു? കൊസീക് തീറ്റ കൊസീക് തീറ്റ എന്ന് പറയുന്നത് ബി സി ബൈ എ സി ആയിരുന്നു. അത് സ്ക്വയർ എടുത്താൽ എന്ത് വരും? ബി സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ മൈനസ് കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ ബി ബൈ എ സി ആയിരുന്നു. അത് സ്ക്വയർ എടുത്താൽ എ ബി സ്ക്വയർ ബൈ എ സി സ്ക്വയർ. അല്ലെ? എ ബി സ്ക്വയർ ബൈ എ സി സ്ക്വയർ. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്, എ സി സ്ക്വയർ. ന്യൂമറേറ്റർ മൈനസ് ചെയ്താൽ ബി സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് വരും.
ശരിയാണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് ബി സി സ്ക്വയർ ആണ്. ഇതാണ് പൈതഗോറസ് തിയറം. അവിടുന്ന് എ സി സ്ക്വയർ എന്ത് കിട്ടും? ബി സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് കിട്ടും. ശരിയാണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന ബി സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയറിന് പകരം ബി സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയറിന് പകരം എ സി സ്ക്വയർ കൊടുക്കാം. അപ്പൊ എന്തോരും? എ സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ. എ സി സ്ക്വയർ ബൈ എ സി സ്ക്വയർ കട്ടായാൽ ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. സോ അടുത്ത റിസൾട്ട് കിട്ടി. എന്താണ്? കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ ആണേ. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ഒരെണ്ണം നോക്കാം. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. നോക്കിക്കേ, നോക്ക്, സീക് തീറ്റ എന്താ? സീക് തീറ്റ എന്ന് പറയുന്നത് ബി സി ബൈ എ ബി ആണ്. അത് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? ബി സി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ മൈനസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? ടാൻ തീറ്റ എന്ന് പറയുന്നത് എ സി ബൈ എ ബി ആണ്. അത് സ്ക്വയർ എടുക്കുമ്പോൾ എ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ എന്ന് വരും. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, എ ബി സ്ക്വയർ. ന്യൂമറേറ്റർ മൈനസ് ചെയ്താൽ ബി സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ എന്ന് വരും. ഓക്കെ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന പൈതഗോറസ് തിയറത്തിൽ നിന്ന് എ ബി സ്ക്വയറിന് ഒരു ഇക്വേഷൻ എടുത്തേ. എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ബി സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ. ശരിയാണല്ലോ. അപ്പം ബി സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയറിന് പകരം എ ബി സ്ക്വയർ കൊടുക്കാം. ബി സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയറിന് പകരം എ ബി സ്ക്വയർ കൊടുക്കാം, ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ. എ ബി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ എനിക്ക് അടുത്ത റിസൾട്ട് കിട്ടി. എന്താണ്? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു റിസൾട്ട് കിട്ടി. ഈ 3 റിസൾട്ടുകളും ഒരു ട്രിപ്ലറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ സെറ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട 3 റിസൾട്ടുകളാണ്. അത് ഒരുമിച്ച് എഴുതി നമുക്കൊന്ന് ബോക്സ് ചെയ്യാം. ഈക്വൽ ടു 1 വരുന്ന റിസൾട്ടുകൾ ഏതൊക്കെയാണ് നോക്കണേ. ഒന്നാമത്തെ റിസൾട്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. രണ്ടാമത്തെ റിസൾട്ട് കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. മൂന്നാമത്തെ റിസൾട്ട് സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഈ 3 റിസൾട്ടുകളും ഒരുമിച്ച് പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട റിസൾട്ട്, സ്റ്റാർ ഇട്ട് വെക്കേണ്ട റിസൾട്ട് ആണ്. ഓക്കെ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ 1 ആണ്. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. ഇതൊക്കെ എങ്ങനെ വന്നെന്നുള്ള കഥകൾ ഉൾപ്പെടെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ആംഗിളുകളുടെ സൈൻ കോസ് ടാൻ വാല്യൂസ് ആണ്. അതിനുശേഷം നമ്മൾ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് സിലബസിൽ പറയുന്നത്. അപ്പൊ അതിന് വേണ്ട കുറച്ച് ബേസിക്സ് ഉണ്ട്. അതായത് ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ മുതലായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും അത് ഡിസ്കസ് ചെയ്ത് അതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 30, 60, 90, 180 മുതലായിട്ടുള്ള ആംഗിൾസിന്റെ എല്ലാം സൈൻ കോസ് ടാൻ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് 2 ട്രയാങ്കിൾസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം ഇതിന്റെ ബേസിക്സും കാര്യങ്ങളും പറയാം. എന്നിട്ട് നമുക്ക് ടേബിൾ വരച്ചിട്ട് ഇതിന്റെ ആംഗിൾ എല്ലാം എഴുതി വെക്കാം. അത് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാണാതെ പഠിക്കുമ്പോൾ എന്തെങ്കിലും തിരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ നമ്മൾ പഠിക്കേണ്ട ഒരു ട്രയാങ്കിൾ 30, 60, 90 ട്രയാങ്കിൾ ആണ്. നോക്കണേ, ഇത് 30, ഇത് 60, ഇത് 90. ഇതിന്റെ റേഷ്യോ 1:√3:2 ആണ്. 30, 60, 90 ട്രയാങ്കിളിന്റെ റേഷ്യോ എന്താണ്? 1:√3:2 ആണ്. ഓക്കെ. ഇനി അടുത്ത ഒരു ട്രയാങ്കിൾ ആണ് 45, 45, 90 ട്രയാങ്കിൾ. 45, 45, 90 ട്രയാങ്കിൾ. ഇതിന്റെ റേഷ്യോ 1:1:√2 ആണ്. ഓക്കെ.
ഈ ട്രയാങ്കിൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 30, 60, 45 മുതലായിട്ടുള്ള ആംഗിൾസിന്റെ ഒക്കെ സൈനും കോസും ഒക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. നോക്കണേ, സൈൻ 30 നമുക്ക് വേണം എന്ന് വിചാരിക്കുക. സൈൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, ഹൈപ്പോട്ടിന്യൂസ് 2 ആണ്. 90യുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടിന്യൂസ്. സൈൻ 30 എന്താണ്? 1/2. ഇനി കോസ് 30 വേണമെന്ന് വിചാരിക്കുക. കോസ് 30 എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. 30യുടെ അഡ്ജസന്റ് സൈഡ് √3 ആണ്, ഹൈപ്പോട്ടിന്യൂസ് 2 ആണ്. അപ്പൊ √3/2. ഇനി ടാൻ 30 വേണമെന്ന് വിചാരിക്കുക. ടാൻ 30 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, അഡ്ജസന്റ് സൈഡ് √3 ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ സൈൻ 60 വേണമെന്ന് വിചാരിക്കുക. സൈൻ 60 നോക്ക്, 60യുടെ ഓപ്പോസിറ്റ് സൈഡ് √3, ഹൈപ്പോട്ടിന്യൂസ് 2 അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്, √3 ഡിവൈഡഡ് ബൈ 2. ഇനി കോസ് 60 വേണമെന്ന് വിചാരിക്കുക. 60യുടെ അഡ്ജസന്റ് സൈഡ് 1, ഹൈപ്പോട്ടിന്യൂസ് 2, 1/2. ഇനി ടാൻ 60 വേണമെന്ന് വിചാരിക്കുക. 60യുടെ ഓപ്പോസിറ്റ് സൈഡ് √3, അഡ്ജസന്റ് സൈഡ് 1, √3/1, √3 കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ 45ൻ്റെത് സൈൻ 45ന്റെ ഓപ്പോസിറ്റ് ഏത് 45 വേണേലും എടുക്കാം. ഈ മുകളിലുള്ള 45 താഴെയുള്ള 45 എങ്ങനെ എടുത്താലും ആൻസർ സെയിം ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 1/√2. കോസ് 45 എടുത്താലോ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, അതും 1/√2. ടാൻ 45 എടുത്താലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അത് 1/1 വരും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്? ആംഗിൾസ് എടുക്കുന്നത്. ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് നമുക്ക് ഒരുമാതിരിപ്പെട്ട ആംഗിൾസ് ഒക്കെ എടുക്കാൻ പറ്റും. കുറച്ച് ആംഗിളുകൾ നമ്മൾ കാണാതെ പഠിക്കുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക്കലി നമുക്ക് സ്ഥിരമായിട്ട് പ്രോബ്ലംസ് റിലേറ്റഡ് ഓൺ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് 10ാം ക്ലാസ് പഠിക്കാനുള്ള വേർഡ് പ്രോബ്ലംസ് ആണ്. അതിനകത്ത് വരുന്ന പ്രോബ്ലംസിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ആംഗിൾസ് ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷെ ടേബിൾ വരച്ചിട്ട് നമ്മൾ മുഴുവൻ ആംഗിൾസും എന്തായാലും പഠിക്കണം. ഏതാണ് എപ്പോഴാണ് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് യൂസ് ആവുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടേബിൾ വരച്ചിട്ട് അതിന്റെ കാര്യങ്ങളും കൂടെ നോക്കി നോക്കാം. നോക്കണേ, സോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ആദ്യമേ തന്നെ ആംഗിൾസ് ഏതൊക്കെ ആംഗിളാണ്? 0 നോക്കണം, 30 ഡിഗ്രി നോക്കണം, 45 ഡിഗ്രി നോക്കണം, പിന്നെ 60 ഡിഗ്രി നോക്കണം. പിന്നെന്തൊക്കെയാ നോക്കണ്ടേ? പറഞ്ഞേ. 0, 30, 45, 60, പിന്നെ 90, പിന്നെ 180. ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, 30, 45, 60, 90, 180. ഇതിന്റെ എല്ലാം എന്ത് പഠിക്കണം? നമ്മൾ സൈൻ പഠിക്കണം, കോസ് പഠിക്കണം, ടാൻ പഠിക്കണം, കൊസീക്ക് പഠിക്കണം, സീക്ക് പഠിക്കണം, കോട്ട് പഠിക്കണം. അപ്പം നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? സൈൻ കോസ് ടാൻ പഠിച്ചാൽ മതി. അതിന്റെ അതായത് റെസിപ്രോക്കൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? കൊസീക്ക് സീക്ക് കോട്ട് കിട്ടും അല്ലെ? സൈൻ കോസ് ടാനിന്റെ റെസിപ്രോക്കൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൊസീക്ക് സീക്ക് കോട്ട് കിട്ടിക്കോളും. അപ്പൊ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. സൈൻ കോസ് ടാൻ വാല്യൂസ് അറിയാമെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? കൊസീക്ക് സീക്ക് കോട്ട് വാല്യൂസ് നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, തുടങ്ങിയാലോ പരിപാടി? യെസ്, നോക്കണേ. ആദ്യമേ സൈൻ 0 എല്ലാവരും പഠിച്ചു വെച്ചോളൂ. സൈൻ 0 ആദ്യമേ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. യെസ്, നോക്കാം. സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്? 0. സൈൻ 0 0. സൈൻ 30 1/2 നമ്മൾ നേരത്തെ ടേബിൾ പഠിച്ചു. സൈൻ 45 1/√2. സൈൻ 60 എന്തായിരുന്നു? √3/2 അല്ലെ? സൈൻ 60 താണ്ട് കിടക്കുന്നു, √3/2. സൈൻ 90 1, സൈൻ 180 0. ഓക്കെ, ഇനി കോസ് 0 1, കോസ് 30 എന്ന് പറയുന്നത് എന്താ? √3/2. നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്.
വേണ്ട കിടക്കുന്നു. കോസ് 30 എന്താണ്? √3/2. ഇനി കോസ് 45 1/√2. കോസ് 60 1/2. കോസ് 90 0. കോസ് 180 -1. ഇത് പഠിച്ചു വെക്കണം. ഓൾറെഡി കുറച്ച് ആംഗിൾ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രിയുടെ നമ്മൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ബാക്കിയുള്ള 0, 90, 180 ആണ് നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടത്. അതെല്ലാം ടേബിളിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി tan 0 എന്ന് പറയുന്നത് 0 ആണ്. tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അല്ലെ? നമ്മൾ നേരത്തെ വാല്യൂസ് പറഞ്ഞു. ഇതാണ് tan 30 എന്താണ്? 1/√3. tan 45 1 ആണ്. tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. tan 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അത് നോട്ട് ഡിഫൈൻഡിന്റെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ ആണ് ഇൻഫിനിറ്റി, അനന്തത എന്നുള്ളത് നമുക്കറിയാം. tan 90 ഇൻഫിനിറ്റി ആയതുകൊണ്ടാണ് y ആക്സിസിന് സ്ലോപ്പ് ഇല്ലാത്തത്. tan തീറ്റ ആണല്ലോ സ്ലോപ്പിന്റെ ഫോർമുല. ഇനി 180. tan 180 എന്ന് പറയുന്നത് എന്താണ് വരിക? tan 180 എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. tan 180 എന്താണ്? 0 ആണ് ആൻസർ വരിക. ഇനിയിപ്പോ ബാക്കിയുള്ള ആംഗിൾസ് എല്ലാം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ്? സൈനിന്റെ റെസിപ്രോക്കൽ എടുത്താൽ കൊസീക്ക്, 0ന്റെ റെസിപ്രോക്കൽ എടുത്താൽ 1/0. 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. 0ന്റെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി ആണ്, ശരിയല്ലേ? 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. 1/∞ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി 1ന്റെ റെസിപ്രോക്കൽ 1 ആണ്, 0ന്റെ റെസിപ്രോക്കൽ എന്ത് വരും? ഇൻഫിനിറ്റി. ഓക്കെ ആണേ. ഇനി 1/2ന്റെ റെസിപ്രോക്കൽ 2 വരും. √3/2ന്റെ റെസിപ്രോക്കൽ 2/√3 വരും. 1/√3യുടെ റെസിപ്രോക്കൽ √3 വരും. ഇനി 1/√2ന്റെ റെസിപ്രോക്കൽ √2 വരും. 1/√2ന്റെ റെസിപ്രോക്കൽ √2 വരും. 1ന്റെ റെസിപ്രോക്കൽ 1 വരും. സൈനും കോസും ടാനും റെസിപ്രോക്കൽ എടുത്തെഴുതാം. സൈൻ √3/2 ആണ്, അതിന്റെ റെസിപ്രോക്കൽ 2/√3 വരും. 1/2ന്റെ റെസിപ്രോക്കൽ 2 വരും. √3യുടെ റെസിപ്രോക്കൽ 1/√3 വരും. 1ന്റെ റെസിപ്രോക്കൽ 1 വരും. 0യുടെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി വരും. പിന്നെ ഇൻഫിനിറ്റിയുടെ റെസിപ്രോക്കൽ 0 വരും. ശരിയല്ലേ? 1/∞ 0 ആണ്. 0യുടെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി വരും. -1ന്റെ റെസിപ്രോക്കൽ -1 വരും. 0ന്റെ റെസിപ്രോക്കൽ ഇൻഫിനിറ്റി വരും. സോ ഇതാണ് നമ്മുടെ ടേബിള്. ഞാൻ എന്നെ ഒന്ന് വായിക്കാൻ തൽക്കാലം ടേബിൾ മൊത്തത്തിൽ ഒന്ന് കാണാൻ. ദിസ് ഈസ് ദ ടേബിൾ. ഈ ഒരു ടേബിള് എന്ത് ചെയ്യുക? നന്നായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് സിലബസിൽ ആദ്യമേ തന്നെ പറയുന്നത്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 0, 30, 45, 60, 90, 180 മുതലായിട്ടുള്ള ആംഗിൾസിന്റെ എല്ലാം തന്നെ ട്രിഗണോമെട്രിക് റേഷ്യോസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ ടേബിൾ വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രീ റിക്വിസിറ്റ് ആയിട്ടുള്ള കുറച്ച് ബേസിക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ, ബേസ് എന്താണ്, ആ ബേസിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനുശേഷം ഈ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രിഗണോമെട്രിയുടെ കുറച്ച് ഫോർമുലാസ് ഉണ്ടല്ലോ, ഫോർമുലാസ് വെച്ചിട്ടുള്ള കുറച്ച് MCQs നമുക്ക് നോക്കാനുണ്ട്. അതിനുശേഷം കുറെ കൂടെ ഫോർമുലാസ് നമുക്ക് പഠിക്കണം. എന്നിട്ട് ആ പഠിച്ച ഫോർമുലാസിൽ നിന്നുള്ള ധാരാളം MCQs നമുക്ക് നോക്കണം. അങ്ങനെ കുറെ തലങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യേണ്ടത്. അപ്പം ബേസിക്സിൽ നിന്ന് തൊട്ട് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ ക്വാഡ്രന്റ് അനാലിസിസ് ഒക്കെ പഠിക്കും. ഓരോ ക്വാഡ്രന്റിലും ആംഗിളിന്റെ ബിഹേവിയർ എങ്ങനെയാണ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.